സന്തോഷം, സന്ദർശനവും സാമീപ്യവും സ്പർശവും സന്ദേശവും ഒക്കെ ചേർന്ന് കഴിയുമ്പോൾ ഒരാൾ സന്തോഷമുള്ള വ്യക്തിയായിട്ട് മാറും. ആർക്കെങ്കിലും സന്തോഷം അല്പനേരത്തേക്കെങ്കിലും കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുക. ക്രിസ്മസിൻ്റെ ആരവങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ പതുക്കെ മയങ്ങിത്തുടങ്ങിയ ഭാര്യയുടെ അടുത്തേക്ക് ഭർത്താവ് ചെന്നു. സാധാരണ ഒരു പേപ്പറിൽ അയാൾ അവളെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അവൾ കണ്ടെത്തിയിട്ട് എല്ലാ നന്മകളും, അവളുടെ സ്വഭാവ സവിശേഷതകൾ, അവളുടെ ജീവിതത്തിൻ്റെ സമ്പന്നത, ഇതെല്ലാം സുന്ദരമായി അയാൾ എഴുതി വച്ചിരിക്കുകയാണ്. അതവൾ വായിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മാലാഖമാരുടെ പാട്ട് അവൾ കേട്ടിട്ടുണ്ടാകാം, ആട്ടിടയന്മാരുടെ നൃത്തം അവൾ കാണുന്നുണ്ടാകാം, പെട്ടെന്ന് മഞ്ഞു പൊഴിയുന്ന ഒരനുഭവം അവൾക്കുണ്ടാകാം, ഉണ്ണി പിറന്നൊരനുഭവം അവളുടെ ഹൃദയത്തിൽ വന്നു ചേർന്നിട്ടുണ്ടാകാം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇത്ര കഴകുള്ളൊരു ക്രിസ്മസ് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ആരെങ്കിലേക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്, നമ്മെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇമ്മാനുവൽ കൂടെ വന്നതിൻ്റെ ഓർമ്മയാണ്. ആരെങ്കിലുമൊക്കെ സന്തോഷിപ്പിക്കുക. നല്ല യാത്ര നേരുന്നു.